മെമ്പറോ പരിചയുള്ള ആളല്ലല്ലോ. ഈ ഭവനത്തിൽ ആളില്ലേ? അതെ, ഇവിടെ 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 ഒരാളുണ്ട്. ഇത് മതിച്ചെടുത്തോളെ. ഞാൻ മതിയോ? സ്തുതി. ആ, സ്തുതിയുടെ അന്വേഷിച്ച് വന്നാ. സ്തുതി ഇപ്പൊ വന്ന് പോയേ ഉള്ളൂ. ദൈവത്തിന്റെ പേരിൽ സ്തുതി. ആ, ഇത് ശരി. അൽഹംദുലില്ലാഹ്. ബ്രദറെ, ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒരുപാടുണ്ടാവും എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. അതെ ചെങ്ങായി, ഇത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ കെട്ടിയതല്ല. അത് കണ്ട അതൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഒന്ന് എണിക്കാൻ വേണ്ടിട്ടേ അതിന് വേണ്ടി കെട്ടിട്ടേക്ക. എന്താ വന്ന് നിങ്ങള്? എന്റെ പേര് മന്മഥൻ. ആ, എന്താ മമ്മദേ വന്ന് പറഞ്ഞോ? മമ്മദ് അല്ല, മന്മഥൻ. ആ, മന്മഥൻ അല്ലേ? എന്തായാലും വന്ന കാര്യം പറയും. അങ്ങയുടെ രോഗശാന്തിക്കും രോഗശമനത്തിനും മറ്റെല്ലാ പ്രയാസങ്ങൾക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നതാണ്. ക്യാൻസറാൽ ബുദ്ധിമുട്ടുകയാണെന്ന് ഞാൻ അറിഞ്ഞു. അടച്ച റബ്ബേ, വന്നോരും പോയവരൊക്കെ തന്നെയുള്ള പിണ്ടഞ്ഞിപ്പൊക്കെ. ഞാൻ അവിടത്തേക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ? ആ, നിങ്ങളിപ്പോ എവിടുന്നാ വരുന്നത്? പാറശാല പ്രാർത്ഥനാ കേന്ദ്രത്തിൽ നിന്ന് വരുവാണ്. അപ്പൊ അവിടെ വരെ കേട്ടപ്പോ എന്റെ ഈ അസുഖമുള്ള കാര്യം. ഞങ്ങൾ ഈ ആശുപത്രികളിൽ പോയി അവിടുന്ന് അന്വേഷിച്ച് മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആശ്വാസം നൽകും. പ്രാർത്ഥിച്ച് അങ്ങയുടെ രോഗം പൂർണ്ണമായിട്ട് ഞങ്ങൾ മാറ്റിത്തരും. നിങ്ങള് പ്രാർത്ഥിച്ച എന്റെ അസുഖം മാറുന്ന ആരാ പറഞ്ഞേ? എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വാൾവിന് തകരാറായി ഞാൻ കയറി ഇറങ്ങാത്ത ആശുപത്രികളൊന്നുമില്ലായിരുന്നു. ഡോക്ടർമാർ ഉപേക്ഷിച്ച ഞാൻ അവസാനം ചെന്ന് പെട്ടത് പാറശാല പ്രാർത്ഥനാ കേന്ദ്രത്തില്. അന്ന് അവിടെ കൂടിയ പ്രാർത്ഥനയിലേക്ക് കൂടി ഞാനും പ്രാർത്ഥിച്ചു. എന്റെ രോഗം ഭേദമായി. ഞാൻ ഇന്നത് പൂർണ്ണ ആരോഗ്യവാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ദൈവത്തിന്റെ നാമത്തിൽ അങ്ങേക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങേ പൂർണ്ണ സുഖവാനാവും. അങ്ങയുടെ അസുഖങ്ങളെല്ലാം മാറും, എനിക്ക് ഉറപ്പുണ്ട്. ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ? അപ്പൊ എങ്ങനെ ഇപ്പൊ നിങ്ങളെ ഒരു പ്രാർത്ഥനക്ക് എന്ത് വെച്ച് തരേണ്ട ഒരു? ഇപ്പൊ ഞാനിവിടെ ചെയ്യുന്ന പ്രാർത്ഥന സേവനമാണ്, അതിന് പ്രതിഫലമില്ല. പക്ഷെ അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ കൂട്ടത്തോടെ പ്രാർത്ഥിക്കും. പാറശാല പ്രാർത്ഥനാ കേന്ദ്രത്തിൽ അത് ഒരു വർഷത്തേക്ക് അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ഒരു വർഷത്തേക്ക് വെറും തുച്ഛമായ 1000 രൂപ തന്നാൽ മതി. അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കും. അല്ല, അത് വേണ്ട. നിങ്ങൾ ഇവിടെ ഫ്രീ ആയിട്ടുള്ളത് വേണമെങ്കിൽ ചെയ്തോളി. സഹോദര, ഞാൻ സഹോദരന്റെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ചോട്ടെ? തലയിൽ കൈവച്ചോളിയും, ചന്തിയമ്മ കൈവക്കരുത്. അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞേക്കും. ദൈവമേ, 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 എന്റെ മുന്നിൽ കിടക്കുന്ന പോയെന്ന് ഈ സഹോദരന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ ആധിയും വ്യാധിയും എല്ലാ പ്രയാസങ്ങളും എല്ലാം മാറ്റിക്കൊടുത്ത് ഈ സഹോദരന് എല്ലാ സൗഖ്യവും കൊടുക്കണേ. ക്യാൻസർ എന്ന മഹാമാരിയുടെ പിടിയിൽ നിന്നും ഈ സഹോദരനെ മുക്തനാക്കണേ, പൂർണ്ണ ആരോഗ്യവാനാക്കണ്ടേ. ദൈവമേ, ദൈവമേ, കയ്യിർക്ക് ഇത് പഴയതാണ്. 10-65 വയസ്സ് പഴക്കമുള്ളത്. അത് ഇതൊക്കെ ഇളക്കാ കൊഴിഞ്ഞു പോവും. ഓപ്പിന്റെ തല പിടിച്ച് ലേലം ചെയ്യാണ്. എന്താണ് പിടുത്തം കിട്ടണില്ല. ഇതാരാണ് ബ്രദറെ? ഇത് ഓന്റെ വാപ്പയാണ്. ഞാന് എന്താ പരിപാടി? എന്താ മോൻ ബ്രദറെ, ഞാൻ വാപ്പ ബ്രദറിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയാണ്. അതെ, ഇവിടെ ഒരു പ്രാർത്ഥനയും വേണ്ട. പുള്ളി മരുന്നൊക്കെ വാങ്ങി സുഖമായിട്ട് കിടക്കണ. പോവാൻ നോക്കി ചെല്ലി. ബ്രദറെ, മരുന്നിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. ബാക്കിയെല്ലാം മേളിലിരിക്കുന്ന സാക്ഷാൽ ദൈവത്തിന്റെ കയ്യിലാണ്. നിങ്ങളത് മനസ്സിലാക്കുക. വെളപ്പിശാല പ്രാർത്ഥനാ കേന്ദ്രത്തിൽ 1500 ഇടിച്ചക്കൽ പ്ലാമൂട് പ്രാർത്ഥനാ കേന്ദ്രത്തിൽ 2000 മേടിക്കുന്നത്. ഞങ്ങൾ വെറും 1000 ഒരു വർഷത്തേക്കാണ്. പിന്നെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ 3 മാസം പ്രാർത്ഥിക്കും, ചിലപ്പോൾ 4 മാസം പ്രാർത്ഥിക്കും. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ ദൈവത്തിന് എപ്പോഴും ഞങ്ങൾ അങ്ങനെ ഒരു കളവും ചതിയും ഇല്ലാത്ത ആൾക്കാരാണ്. നിങ്ങളുടെ ദൈവത്തിന് ഡിസ്കൗണ്ട് ഉണ്ടാ? അതെ, ഈ വാപ്പ ബ്രദറിന് വേണ്ടി ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ചു. ഒരു പ്രാർത്ഥനയും വേണ്ട. നിങ്ങൾ പോവാൻ നോക്ക്. സുഖമില്ലാതെ കിടക്കുന്ന ആളുടെ അടുത്താണ് പ്രാർത്ഥന. ദൈവം കേൾക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞാൽ മനസ്സിലാവില്ല. ആളോട് പോവാൻ നോക്കണോ? ചീത്ത പറയേണ്ട ഈ സാത്താന്റെ സന്തതിയുള്ള ഈ ഭവനത്തിൽ ഒരിക്കലും സ്വസ്ഥത കൊടുക്കരുത് ദൈവമേ, കൊടുക്കരുത് ദൈവമേ, കൊടുക്കരുത് ദൈവമേ. എന്തത് വെറുതെ കിടക്കാനും സമ്മതിക്കില്ല അച്ഛൻ മനുഷ്യന്മാരുടെ വീട്ടില്. അങ്ങേ തള്ളി പറഞ്ഞ ഈ പിശാചുകൾക്ക് ഒരു ഗതിയും പരഗതിയും കൊടുക്കല്ലേ ദൈവമേ. സാത്താന്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവരും സാത്താന്റെ പിടിയിൽ അകപ്പെടട്ടെ ദൈവമേ. സത്യമാഷ് പറഞ്ഞല്ലോ.
ആ മാഷേ. നീ മൂപ്പരുടെ എന്താണ് ആ വാ. വ്യാരിയെ വാ, ഇരിക്ക് ഇരിക്ക്. എന്താ ഞാൻ ഇവിടെ ഇരിക്കാം. ഇരിക്കേ പോയാ എന്താ എന്താ ഇല്ല, ഇവിടെ കയറി ഇരിക്കാം, ഇവിടെ ഇരിക്കാം. ഞാൻ വീട്ടിലുണ്ടായില്ല. ഒരു കാര്യമില്ലാത്ത കല്യാണത്തിന് പോയി. അപ്പൊ എന്നോടൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമൊന്നുമില്ല. 1000 ഉറുപ്പിക കിട്ടണേ, അതപ്പോ കേസ്. അപ്പൊ അതിന് പോയിട്ട് അപ്പൊ വീട്ടിൽ വന്ന് കേറിയുള്ളൂ. അപ്പോഴാണ് ഇപ്പൊ ഈ പൂരം. അപ്പൊ നേരെ ഇങ്ങോട്ട് പോന്നു. കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഓപ്പറേറ്റ് ചെയ്തിട്ട് അതെടുത്ത് കളഞ്ഞ് പിന്നെ അത് ബയോപ്സിക്ക് അയച്ചേക്കാണ്. റിസൾട്ട് വന്നിട്ടില്ല. അപ്പൊ എന്നിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് കരുതി. ഇപ്പൊ ഞാൻ മുമ്പ് സർവീസിൽ ഇരുന്നേറുന്ന സമയത്ത് ഇവിടെ ഒരു മുഴ ഉണ്ടായിരുന്നോ? അത്ര വലുപ്പത്തിലൊരു മുഴ. അത് ശരി. അപ്പൊ പോയി ആശുപത്രിയിൽ പോയാൽ പിന്നെ അറിയാലോ, അവരത് വേണം ഇത് വേണം മറ്റത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവർ ഈ സാധനം ബയോപ്സിക്ക് അയച്ചു. ബയോപ്സിക്ക് അയച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടിലെ കാര്യം പറയണ്ടല്ലോ. മാഷിക്ക് ക്യാൻസർ ആണ് എന്നുള്ളത് ആകെ പാട്ടായി. അത് തന്നെയാണ്. ഞാൻ അന്ന് ശരിക്കും രോഗിയായി, ക്യാൻസർ രോഗിയായി എന്നർത്ഥം. എന്റെ ജോലി എന്റെ ഭാര്യയ്ക്ക് കൊടുക്കണോ അതോ മകൾക്ക് കൊടുക്കണോ എന്ന് വരെ ചർച്ച. അങ്ങനെയുണ്ട്. അവസാനം റിസൾട്ട് വന്നപ്പോഴോ അങ്ങനെ ഒരു സംഗതി തന്നെ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ വാപ്പ, ആളുകൾ വന്ന് അതും ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാണ്. എന്താ മാസേ സമാധാനം എന്ന് പറഞ്ഞതില്ല. അതൊന്നും കേക്കണ്ട, അതൊക്കെ ഇതിനോട് കേൾക്കുക, എന്നിട്ട് പുറത്തു കൂടെ വിടുക. അതെല്ലേ. നാളെ മരിക്കേണ്ടവൻ ഇന്ന് തന്നെ കൊല്ലും ആളുകൾ. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി സത്യം സാറിന്? വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലോ. ഈ ബയോപ്സി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അതറിയോ? അത് പറഞ്ഞുതരാം. ബയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ളത്, ഓപ്സി എന്ന് പറഞ്ഞാൽ കാണുക. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ഏരിയ ഉണ്ടെങ്കിൽ അത് അവര് മുറിച്ചെടുത്തിട്ട് കൊണ്ടുപോയിട്ട് പാത്തോളജിസ്റ്റുകളാണ് ചെയ്യുക. അവരിങ്ങനെ സൂക്ഷ്മദർശിനി കൂടെ നോക്കി ഈ ക്യാൻസറിന്റെ ഒക്കെ ഏതെങ്കിലും അംശങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കും. ഇനി അതുണ്ടെങ്കിൽ അത് വേറെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ, അതിന്റെയൊക്കെ പ്രത്യേക ടെസ്റ്റുകളാണ് അവർ നടത്തുന്നത്. ഇത് അത്ര വലിയ വിഷയമൊന്നുമില്ലാന്ന് നമ്മൾ ഈ ഷുഗർ അതുപോലെ കൊളസ്ട്രോൾ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യില്ലേ, അങ്ങനെ കണക്കാക്കിയാൽ മതി, അത്രേ ഉള്ളൂ.